നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒന്നാം ഓണം. നാട് ഉത്രാടപ്പാച്ചിലിലേക്ക്. തിരുവോണത്തെ വരവേൽക്കാനും ഓണസദ്യ ഒരുക്കാനും നാടും നഗരവും ഒരുങ്ങുന്ന ദിനം. ഉത്രാടപ്പാച്ചിലിന്റെ ദിനം കൂടിയാണ് ഇത്. ഒന്നാം ഓണം ഓടിയും ചാടിയുമെന്നാണ് പഴഞ്ചൊല്ല്. ഉത്രാട ദിനമാണ് ഒന്നാം ഓണമായി കണക്കാക്കുന്നത്. ഉത്രാട ദിനത്തിലെ തിരക്ക് പ്രസിദ്ധമാണ്. തിരുവോണത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിന്റെ ദിവസമായതിനാൽ ഉത്രാടപ്പാച്ചിൽ എന്നൊരു ശൈലി പോലും ഓണവുമായി ബന്ധപ്പെട്ടുണ്ട്. അത്തം ദിനത്തിൽ ആരംഭിക്കുന്ന പൂക്കളമിടലിൽ ഏറ്റവും വലിയ പൂക്കളം ഉത്രാട ദിനത്തിലാണ് ഒരുക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ ഒരുക്കുന്ന കാഴ്ചക്കുലകളാണ് ഉത്രാട കാഴ്ച എന്നറിയപ്പെടുന്നത്. ഗുരുവായൂർ അമ്പലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്ന ദിവസം ഉൾപ്പെട്ട ഈ മാസം ഇതുവരെയുള്ള ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവരവ് 5.80 കോടി രൂപ കടന്നു. ഇതിനൊപ്പം 2.5 കിലോയിലധികം സ്വർണവും 17.5 കിലോയിലധികം വെള്ളിയും ലഭിച്ചിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ തീഹാർ ജയിലിൽ നിന്നിറങ്ങിയത്. എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്നായിരുന്നു ജയിലിന് പുറത്തെത്തിയ കെജ്രിവാളിന്റെ ആദ്യ പ്രതികരണം. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ഇന്നലെ JNUവിൽ എത്തിച്ചു. കനത്ത മഴയെയും അവഗണിച്ച് വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി സർവകലാശാലയിലെത്തിയത്. JNUവിലെ പൊതുദർശനത്തിനു ശേഷം കനത്ത മഴയിൽ തന്നെയാണ് വസന്ത് കുഞ്ചിലെ വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. വസന്ത് കുഞ്ചിലെ വീട്ടിൽ രാത്രി മുഴുവൻ സൂക്ഷിച്ച മൃതദേഹം രാവിലെ 10 മണിയോടെ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലേക്കും അവിടെ നിന്നും എയിംസിലേക്കും കൊണ്ടുപോയി. AKG സെന്ററിൽ നിന്ന് 14 അശോക റോഡിലേക്കുള്ള വിലാപയാത്രയിൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാന നഗരമായ പോർട്ട് ബ്ലെയർ ഇനി ശ്രീവിജയപുരം എന്ന പേരിൽ അറിയപ്പെടും. കൊളോണിയൽ മുദ്രകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റിയതെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. 24,116 കണ്ടെയ്നർ ശേഷിയുള്ള ഇന്ത്യയിൽ ഇതുവരെ നങ്കൂരമിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC ക്ലോഡ് ഗിറാർഡറ്റ് ഇന്നലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. 399.9 മീറ്റർ നീളവും 61.5 മീറ്റർ വീതിയുമുള്ള ഈ അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലിന് 20,425 TEU വഹിക്കാനുള്ള ശേഷിയുണ്ട്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തിരുവോണ ദിവസം മുല്ലപ്പെരിയാർ സമരസമിതി ഉപവസിക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്തണമെന്നാണ് ആവശ്യം. ഉപ്പത്തറ ടൗണിൽ നടത്തുന്ന സമരത്തിൽ മത, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. UAEയിലെ അനധികൃത താമസക്കാർക്കുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയാളി പ്രവാസികൾക്കായി നോർക്ക രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു. പൊതുമാപ്പിൽ നാട്ടിൽ പോകുന്ന പ്രവാസികൾക്ക് വേണ്ട സഹായങ്ങളുമായി ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും എല്ലാ സഹായവും നൽകുന്നുണ്ട്. വയനാട് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി തള്ളാൻ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് 1,05,00,000-ലധികം രൂപയുടെ വായ്പകളാണ് ഇപ്രകാരം മൊത്തത്തിൽ എഴുതി തള്ളുകയെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഇതിനൊപ്പം തന്നെ ദുരന്ത ബാധിതർക്ക് ധനസഹായം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. KSRTC ജീവനക്കാരുടെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ഉത്തരവിന് പിന്നിൽ ദുരൂഹത ഉണ്ടെന്നാരോപിച്ച ഗതാഗത മന്ത്രി അടിയന്തരമായി ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. KSRTC CMDക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇടുക്കിയിലെ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയ പട്ടികജാതി വികസന ഓഫീസർക്ക് 7 വർഷം കഠിന തടവും 30 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മറയൂർ വില്ലേജിലെ കൊച്ചാരത്തെ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയ കേസിലാണ് പട്ടികജാതി വികസന ഓഫീസറായിരുന്ന ക്രിസ്റ്റഫർ രാജിനെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ശിക്ഷിച്ചത്. രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതിയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ചർച്ചകളാണ് നടക്കുന്നതെന്ന് സുരേഷ് ഗോപി MP. രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്നവർ ക്രിമിനലുകളാണെന്നും ADGP MR അജിത് കുമാറും RSS നേതാക്കളുമായുള്ള സന്ദർശനത്തിൽ കുറ്റം പറയാൻ യോഗ്യത ആർക്കാണുള്ളതെന്നും രാഷ്ട്രീയ വൈരുദ്ധ്യം ആരാണ് കൽപ്പിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ചൊക്രമുടി ഭൂമി കയ്യേറ്റം ആസൂത്രിത ഭൂമി കൊള്ളയെന്ന് തെളിയിക്കുന്ന IG സേതുരാമന്റെ റിപ്പോർട്ട് പുറത്ത്. 25 ഏക്കറോളം സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ് കയ്യേറിയത്.
IG-യുടെ നേതൃത്വത്തിലുള്ള മൂന്നാർ സ്പെഷ്യൽ ടീമിന്റെ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ക്രിമിനൽ കേസെടുത്ത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി. 2023 നവംബറിൽ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവർ ചേർന്ന് ഓയൂരിലെ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ്. വിചാരണ തുടങ്ങാനിരിക്കെയുള്ള അസാധാരണ നടപടിയിൽ മുഖ്യമന്ത്രിയും DGPയും അതൃപ്തി അറിയിച്ചു. കേരളത്തിലെ ആഭ്യന്തര സെക്രട്ടറിയായ താൻ മൊഴി നൽകാൻ കോടതിയിൽ പോകാറില്ലെന്ന് ബിശ്വനാഥ് സിൻഹ. ഡോക്ടർ വി ശിവദാസിനെതിരായ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയിൽ ഹാജരാകാറില്ലെന്ന നിലപാട് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ അറിയിച്ചത്. എന്നാൽ കോടതി മുറിയിൽ നിന്നല്ലാതെ നൽകുന്ന മൊഴി രേഖപ്പെടുത്താൻ തനിക്കാകില്ലെന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദിവ്യ മൽഹോത്രയും വ്യക്തമാക്കി. ഫോബ്സ് ഇന്ത്യ പട്ടിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികയായ വനിത സാവിത്രി ജിൻഡാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഹരിയാനയിലെ ഹിസാർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സാവിത്രി ജനവിധി തേടുന്നത്. ഏജന്റുമാരാൽ കബളിപ്പിക്കപ്പെട്ട് റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായ 6 യുവാക്കൾ ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യക്കാരെ റഷ്യൻ യുക്രൈൻ അതിർത്തിയിലെ ക്യാമ്പുകളിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ നീതി ആവശ്യപ്പെട്ടും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടും ജൂനിയർ ഡോക്ടർമാർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. ഡോക്ടർമാർ ആരംഭിച്ച സമരത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നടപടി. വനത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ 2 സൈനികർക്ക് വീരമൃത്യു, 2 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മറ്റൊരു ഓപ്പറേഷനിൽ സൈന്യം 2 ഭീകരരെ വധിച്ചു. പിങ്ങൽ ദുഗഡ വനമേഖലയിലെ നൈറ്റ്ഗാം ഗ്രാമത്തിലെ ഏറ്റുമുട്ടലിലാണ് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചത്. നായിബ് സുബേദാർ വിപിൻ കുമാർ, സിപ്പോയി അരവിന്ദ് സിംഗ് എന്നീ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഡൊണാൾഡ് ട്രംപിനെയും കമല ഹാരിസിനെയും രൂക്ഷമായി വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. കുടിയേറ്റ തൊഴിലാളികൾക്കെതിരായ നയം സ്വീകരിച്ചതിനായിരുന്നു ട്രംപിനെതിരായ വിമർശനമെങ്കിൽ ഗർഭഛിദ്രത്തെ അനുകൂലിക്കുന്ന കമല ഹാരിസിന്റെ നിലപാടിനെയാണ് മാർപ്പാപ്പ വിമർശിച്ചത്. വോട്ടർമാർ എന്ത് നിലപാടെടുക്കണമെന്ന ചോദ്യത്തിന് കുറഞ്ഞ തിന്മയെ സ്വീകരിക്കാനായിരുന്നു മാർപ്പാപ്പയുടെ മറുപടി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാനും മുംബൈ സിറ്റി FCയും 2 വീതം ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ആദ്യ പകുതിയിൽ 2 ഗോളിന് മുന്നിൽ നിന്ന മോഹൻ ബഗാൻ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾക്ക് വഴങ്ങുകയായിരുന്നു. 1000 കോടി രൂപയിലധികം വരുമാനം നേടുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ ക്ലബിൽ രാജ്യത്തെ 7 റെയിൽവേ സ്റ്റേഷനുകൾ ഇടം പിടിച്ചു. ഡൽഹിയാണ് പട്ടികയിൽ ഒന്നാമത്. സദേൺ റെയിൽവേ ഡിവിഷനിൽ നിന്ന് ചെന്നൈ മാത്രമാണ് ക്ലബിൽ ഇടം പിടിച്ചത്. ന്യൂഡൽഹി സ്റ്റേഷൻ ഇക്കാലയളവിൽ 3337 കോടി രൂപയുടെ വരുമാനമാണ് നേടിയത്. ഹൗറയാണ് തൊട്ടു പിന്നിൽ. 1692 കോടി രൂപയാണ് വരുമാനം. ചെന്നൈ സെൻട്രലിന്റെ വരുമാനം 1299 കോടി രൂപയാണ്. പ്രതിവർഷം യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ മുംബൈയിലെ താനെയാണ് മുന്നിൽ. 93.06 കോടി പേരാണ് താനെ റെയിൽവേ സ്റ്റേഷൻ വഴി യാത്ര ചെയ്തത്. മുംബൈയിലെ കല്യാൺ സ്റ്റേഷൻ വഴി 83.79 കോടി പേരും, ന്യൂഡൽഹി സ്റ്റേഷൻ വഴി 39.36 കോടി പേരും യാത്ര ചെയ്തു. 2017-18 NSG2 വിഭാഗത്തിലായിരുന്ന 6 സ്റ്റേഷനുകൾ ഇത്തവണ NSG1 എത്തി. കേരളത്തിൽ നിന്നുള്ള 8 റെയിൽവേ സ്റ്റേഷനുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ് വരുമാനത്തിൽ മുന്നിൽ. 281.12 കോടി രൂപ. യാത്രക്കാരുടെ എണ്ണത്തിൽ 1.30 കോടിയുടെ വാർഷിക വളർച്ചയും നേടി. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ വരുമാനം 241.74 കോടി രൂപയാണ്. കോഴിക്കോട് 190.54 കോടി, തൃശൂർ റെയിൽവേ സ്റ്റേഷൻ 164.79 കോടി എന്നിവയാണ് തൊട്ടുപിന്നിൽ. കേരളത്തിൽ നിന്നുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും കൂടിയുള്ള വരുമാനം 2318.41 കോടി രൂപയാണ്.